സ്വാഗതം. സമീപകാലത്ത് കണ്ടിട്ടില്ലാത്തത്രയും വലിയ പ്രതിരോധത്തിലേക്കാണ് CPM ചെന്നെത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീടുകളിലും CMRL ഓഫീസിലടക്കം 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധന വൈകിയും പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണിക്ക് മുമ്പായി ആരംഭിച്ച റെയ്ഡിനെതിരെ CPIM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വരുന്നു. പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വാടക വീട്, കണ്ണൂരിലെ വീട്, മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്, CMRL MD ശശിധരൻ കർത്തയുടെ കൊച്ചിയിലെ വീട്, ആലുവയിലെ CMRL ഓഫീസ്, ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസ്, ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട മറ്റു 12 ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. പിണറായി വിജയനും കുടുംബവും തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണ് നിലവിലുള്ളത്. പിണറായിയുടെയും മകൾ വീണയുടെയും മൊഴി ശേഖരിച്ചു വരികയാണ് ED ഉദ്യോഗസ്ഥർ. കണ്ണൂരിലെ വീട്ടിലെത്തിയപ്പോൾ അടഞ്ഞുകിടക്കുകയായിരുന്ന വീട് പിന്നീട് കെയർടേക്കറെ വിളിച്ചു വരുത്തിയാണ് തുറപ്പിച്ചത്. പരിശോധന ആരംഭിച്ചതിന് പിന്നാലെ CPIM പ്രവർത്തകരും സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ED പരിശോധനയിൽ അണികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വരുന്നു. മുതിർന്ന CPIM നേതാവ് P ജയരാജനും CPIM ജില്ലാ സെക്രട്ടറി KK രാജേഷും സ്ഥലത്തെത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമെന്നാണ് P ജയരാജൻ പ്രതികരിച്ചത്. ED സംഘപരിവാറിന്റെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആണെന്നും P ജയരാജൻ വിമർശിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ തകർക്കുന്നതിനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്ന് KK രാഗേഷും പ്രതികരിച്ചു. വിനായക് ദാമോദർ ദാസ് സവർക്കർ എന്നതും വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നതും പേരിലുള്ള സാമ്യം മാത്രമല്ല, PD സതീശൻ BJPക്കും RSSനും വേണ്ടി ഒത്താശ ചെയ്യുന്ന നേതാവാണെന്നും KK രാഗേഷ് കടന്നാക്രമിച്ചിരിക്കുന്നു. കോട്ടൂളിയിലെ വസതിയിൽ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മുഹമ്മദ് റിയാസ് വീട്ടിലുണ്ടായിരുന്നില്ല. വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് റെയ്ഡിനെതിരെ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കോഴിക്കോടും CPIM പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് CPIM വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരും കേരളത്തിലെ UDF സർക്കാരും ചേർന്നുള്ള രാഷ്ട്രീയ വേട്ടലാടെന്നാണ് CPIM പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് റെയ്ഡ് എന്നതും ശ്രദ്ധേയമാണ്. BJP കോൺഗ്രസ് ഒത്തുകളിയുടെ ഭാഗമാണെന്നും CPM ആരോപിക്കുന്നു. സംഭവത്തിൽ ഏതു തരത്തിലാണ് പ്രതിഷേധം വേണ്ടതെന്ന് തീരുമാനിക്കാൻ CPIM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ AKG സെന്ററിലേക്ക് ഓരോന്നായി എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റ് പ്രധാന നേതാക്കളോടും യോഗത്തിൽ പങ്കെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. പിണറായിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് CPIM തീരുമാനം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് മീഡിയ ന്യൂസ്.